ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വലിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴമായി പരിശോധിക്കാൻ, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ വലിയ ആചരണത്തിലൂടെ, ഓർമ്മകളിലൂടെ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചൊരു പുതിയ മനുഷ്യനായി മാറുവാൻ സഭ അനുവദിച്ചിരിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് തോബിതിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വചനം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. വലിയ ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ പിതാക്കന്മാരുടെ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്കൊന്നും അങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ ഓർത്ത് കാരുണ്യപൂർവ്വം നീ എന്നെ കടാക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ സഭയൊന്നാകെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. വലിയ രക്ഷാകരമായ കൃപകൾ സ്വന്തമാക്കാൻ, ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളും പാപക്കറകളുമെല്ലാം അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ, കുമ്പസാരക്കൂട്ടിൽ ഓടിയെത്തി വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഒരു പുതിയ മനുഷ്യനായി മാറാൻ ഈശോ തരുന്ന ഈ കാലഘട്ടത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയുമായുള്ള ബന്ധത്തെ ഒന്ന് ആഴപ്പെടുത്താൻ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. നല്ല നോമ്പ് കാലഘട്ടം.